ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഗോപിക. ഇന്നത്തെ വീഡിയോ നമ്മുടെ നീറ്റ് 2024 കുറച്ച് ചാപ്റ്റേഴ്സ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ കുറച്ച് പോർഷൻസ് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെയൊക്കെ പറ്റിയിട്ടൊരു ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ്. അപ്പം എനിക്ക് തോന്നുന്നു ബൈ ദിസ് ടൈം എല്ലാവർക്കും ഇതിനെ പറ്റിയിട്ടൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ജസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാരണവശാൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ തന്നെ ചിലപ്പോൾ എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമാണ്. അപ്പോൾ ഞാൻ ബേസിക്കലി പറയുന്നത് ഇത് ബയോളജിയാണ്. ബയോളജി ചാപ്റ്റേഴ്സിൽ ഏതൊക്കെ പോർഷൻസ് കട്ട് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ പോർഷൻസുകൾ അല്ലെങ്കിൽ ഒരു ചാപ്റ്ററിനകത്ത് ഏതൊക്കെ പോർഷൻസുകൾ ആഡ് ചെയ്തിട്ടുണ്ട്, കട്ട് ചെയ്തിട്ടുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ +1 ബയോളജിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് നമ്മുടെ യൂണിറ്റ് 1 ലിവിങ് വേൾഡ് ആണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. ഇപ്പോൾ അതിൽ നമുക്ക് നീറ്റിന് വാട്ട് ഈസ് ലിവിങ് എന്ന് പറയുന്ന പോർഷൻ ആക്ച്വലി നമുക്ക് പഠിക്കാനുണ്ട്. ബട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ന്യൂ NCERT അതില്ല, ആ ഒരു പോർഷൻസ് നമുക്കില്ല. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഓൾഡ് NCERTനെ ആശ്രയിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പുതിയ NCERT മേടിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും മേടിക്കാൻ പറ്റുന്നവരാണെങ്കിൽ മേടിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു PDF ഒക്കെ നമുക്ക് ഓൾറെഡി എല്ലായിടത്തും അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ കിട്ടേണ്ട പോർഷൻസ് മാത്രം, അതായത് ഇപ്പോൾ വാട്ട് ഈസ് ലിവിങ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 3 പേജാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു പേജ് മാത്രം ഒരു PDF ആയിട്ട് എടുക്കുകയോ അതിനെ കൊണ്ടുപോയി പ്രിന്റ് എടുക്കുക, 2-3 പേജ് മാത്രം പ്രിന്റ് എടുക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടി പുതിയത് മേടിക്കണോ ഇല്ലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെയായിരിക്കും ആൻസർ ചെയ്യാം. അപ്പോൾ ആ കുട്ടികളുടെ സംശയം ഞാൻ സോൾവ് ചെയ്തു. അപ്പോൾ അതിൽ നമുക്ക് കംപ്ലീറ്റ്ലി കട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ പറ്റുന്നത് ടാക്സോണമിക്കൽ എയ്ഡ്സ് ആണ്. അപ്പോൾ അത് നമുക്ക് ഇല്ല. ഓക്കെ, അത് നീറ്റ് എക്സാമിന് ഇല്ല. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ എക്സാമിനുണ്ട്, നീറ്റ് എക്സാമിനുണ്ട്. അതുപോലെ തന്നെ പ്ലാൻ കിങ്ഡം വന്നിട്ട് പ്ലാൻ കിങ്ഡത്തിൽ നമുക്ക് ആൻജിയോസ്പേം കട്ട് ചെയ്തിരിക്കുകയാണ്, നമുക്ക് ഇല്ല. പക്ഷേ നമുക്ക് +2 സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആൻജിയോസ്പേമിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ആൻജിയോസ്പേം ഇല്ല എന്നുള്ളത് വലിയ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, പക്ഷേ അതിൽ നമുക്ക് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷനും ഇല്ല. ഓക്കെ, അതും നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞ NCERT ഇല്ലാത്തതും അതുപോലെ തന്നെ നീറ്റിനും ഇല്ലാത്തതായിട്ടുള്ളൊരു പോർഷനാണ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് കൂടുതലും പോർഷൻസ് കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ നമ്മളെ കുഴപ്പിക്കുന്ന രീതിയിൽ വരാൻ ചാൻസ് ഉണ്ട്, അല്ലേ? നിങ്ങൾക്ക് തന്നെ അതറിയാലോ. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ബ്രയോഫൈറ്റ്സ്, ആൽഗെ, ടെറഡോഫൈറ്റ്സ് ഇതൊക്കെ പഠിക്കുമ്പോഴത്തേനും നമ്മൾ പറയുന്നുണ്ട് ഗ്യാമീറ്റോഫൈറ്റ് എന്നുള്ള വാക്ക് പറയുന്നുണ്ട്, സ്പോറോഫൈറ്റ് എന്നുള്ള വാക്ക് പറയുന്നുണ്ട്, ഡിപ്ലോണ്ടിക് എന്ന് പറയുന്നുണ്ട്, ഹാപ്ലോഡിപ്ലോണ്ടിക് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് നിങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ പഠിച്ചേ പറ്റത്തുള്ളൂ. ഇതൊക്കെ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായമാണ് കേട്ടോ. എനിക്ക് മനസ്സിലായ കാര്യവും ഇത് ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും എന്ന് തോന്നിയ കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അത് പ്യുവർലി നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ എൻ്റെ ഒരു എക്സ്ട്രാ ഒരു അഭിപ്രായം, ഒരു അഡ്വൈസ് അതാണ് ഞാൻ തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ നാളെ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് അത് ഓക്കെ ഇത് കട്ട് ചെയ്ത പോർഷൻ ആണല്ലോ, പിന്നെ എന്താ ചോദിച്ചത് എന്ന് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരട്ടെ. നമുക്ക് എന്താ വേണ്ടത്? ബേസിക്കലി നമുക്ക് നല്ല മാർക്ക് വേണം, നല്ല റാങ്ക് വേണം, നമ്മൾ ഉദ്ദേശിച്ച കോളേജിൽ നമുക്ക് MBBS കയറണം. അതായിരിക്കണം നമ്മുടെ ഒരു ഉദ്ദേശം, നമ്മുടെ ആഗ്രഹമൊക്കെ അതാണ്. അപ്പം നമ്മൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന പോർഷൻ കട്ട് ചെയ്തു, അത് നമ്മൾ പഠിക്കേണ്ട എന്ന് നമ്മൾ അങ്ങനെയുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്ക് നമ്മൾ തയ്യാറാകാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ അനിമൽ കിങ്ഡത്തിൽ ഒന്നും മാറ്റിയിട്ടില്ല, അതിനകത്തുള്ള എല്ലാം നമുക്ക് നീറ്റിനുള്ളത് തന്നെയാണ്. അതുപോലെ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് വരുമ്പോഴത്തേനും അതിനകത്ത് നമുക്ക് മോഡിഫിക്കേഷൻ ഓഫ് സ്റ്റെം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോർഷൻ ഉണ്ട്. അത് ആക്ച്വലി നമുക്ക് നീറ്റിനുണ്ട്, ബട്ട് നമ്മുടെ പുതിയ NCERT അതില്ല. അപ്പോൾ ആ ഒരു പോർഷൻ നിങ്ങൾ പഴയ NCERTയുടെ സഹായം ആവശ്യപ്പെടേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആ ഒരു സഹായത്തോടെ അതുകൂടെ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ അതുകൂടെ നോക്കാം. പിന്നെ വരുന്നത് ടിഷ്യൂസിനെ പറ്റിയിട്ടാണ്. നമ്മുടെ അനാറ്റമി വരുമ്പോഴത്തേനും ടിഷ്യൂസിനെ പറ്റിയിട്ടൊരു പോർഷൻ ഉണ്ട്. ആ ടിഷ്യൂസ് എന്ന് പറയുന്ന പോർഷനും ഇതുപോലെ തന്നെ NCERT ബട്ട് നീറ്റിനുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഇൻ കേസ് വന്നില്ല എന്ന് ഈ സപ്പോസ് നീറ്റിന് ഇല്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പഠിക്കാതെ ഇരിക്കരുത്. കാരണം നീറ്റിനുണ്ട്, പക്ഷെ ഇല്ല എന്ന് വിചാരിച്ച് പഠിക്കാതിരിക്കരുത്. കാരണം നമ്മൾ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് നമ്മൾ പല ഡൈക്കോട്ട് സ്റ്റെമ്മുകൾ, ഡൈക്കോട്ട് റൂട്ടുകളൊക്കെ പഠിക്കുമ്പോൾ അതിൻ്റെ ലെയേഴ്സുകളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്, അല്ലേ?
അപ്പോൾ അതിൽ നമ്മൾ പറയുന്നുണ്ട് എപ്പിഡെർമിസിൻ്റെ ലെയർ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ കോളൻകൈമാറ്റിസ് ലെയർ ഉണ്ട്, സ്ക്ലിയറൻകൈമാറ്റിസ് ലെയർ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ അതിന് ബേസിക് ആയിട്ടുള്ള വാട്ട് ഈസ് ടിഷ്യൂസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടിഷ്യൂസ് നിങ്ങൾ അറിഞ്ഞേ പറ്റത്തുള്ളൂ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ടോപ്പിക്കിൽ ഇല്ല എന്ന് വിചാരിച്ചിട്ട് പഠിക്കേണ്ട എന്നുള്ളതല്ല. ഇതൊക്കെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ അറിവാണ്, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങളെ സഹായിക്കും, തീർച്ചയായിട്ടും സഹായിക്കുന്ന പോയിന്റ്സുകളാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായിരുന്നാലും ടിഷ്യൂസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ് സെക്കൻഡറി ഗ്രോത്ത്. സെക്കൻഡറി ഗ്രോത്ത് നമുക്ക് പഠിക്കേണ്ട. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഇപ്പോൾ എനിക്ക് ബയോളജി അൾട്ടിമേറ്റ് റിവിഷൻ കോഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് ഉണ്ട്. ഞാൻ ബേസിക്കലി ബയോളജിയുടെ എല്ലാ കൺസെപ്റ്റും മിക്സ് ചെയ്തിട്ടുള്ളൊരു ക്ലാസ്സാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഞാനിത് കുറച്ച് നാൾ മുമ്പേ തുടങ്ങിയതാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ സെക്കൻഡറി ഗ്രോത്ത് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഞാനത് എനിക്കെന്തോ റിമൂവ് ചെയ്യാൻ തോന്നിയിട്ടില്ല. ബിക്കോസ് അത് എന്ന് വെച്ചാൽ അതിനെ പറ്റിയിട്ട് അറിയണം എന്നുള്ളവർക്ക് അത് ഒരു അറിവായിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് കട്ട് ചെയ്യാതിരിക്കുന്നത്. അതുപോലെ തന്നെ ഈവൻ അൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ അത് ആക്ച്വലി എനിക്ക് എടുക്കേണ്ട കാര്യമില്ല. ബട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നതിൻ്റെ റീസൺ ഇതായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ആൽഗയും ബ്രയോഫൈറ്റ്സും ഒക്കെ പഠിക്കുന്ന സമയത്ത് ഹാപ്ലോണ്ടിക് എന്താണ്, ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ, ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്താണെന്ന് അറിയാൻ നിങ്ങൾ പഠിക്കുന്നതിൽ അർത്ഥമില്ല. നാളെ ഒരു കുഴപ്പിച്ചൊരു ട്വിസ്റ്റഡ് ആയിട്ട് ഒരേ ക്വസ്റ്റ്യൻ തന്നെ ട്വിസ്റ്റഡ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ പോർഷൻ വരെ ക്ലാസ്സിൽ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഈ ക്ലാസ് ബേസിക്കലി നമ്മളൊരു 1 to 2 അവർ കൊണ്ടൊരു ചാപ്റ്റർ തീർക്കുന്ന ക്ലാസ്സാണ്. ഇപ്പോൾ പക്ഷെ ആ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കൺസെപ്റ്റ് ഡിസ്കഷനാണ്. എനിക്ക് തോന്നുന്നു ഇപ്പം കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും അതിനെ പറ്റിയിട്ട്. ഇപ്പോൾ അറിഞ്ഞുകൂടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ യുവർ ക്വാറന്റൈൻ ടീച്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്ത് ബയോളജി അൾട്ടിമേറ്റ് റിവിഷൻ കോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സ് കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്താൽ തന്നെ കുറച്ച് വീഡിയോസ് പബ്ലിക്കാക്കിയിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സിൻ്റെ രീതി എങ്ങനെയാണെന്ന് മനസ്സിലാവും. എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പല കാര്യങ്ങളും മറന്നു പോവില്ലേ. എന്ന് പറയുമ്പോൾ എക്സാമ്പിൾസുകളായിക്കോട്ടെ, ഇപ്പോൾ അനിമൽ കിങ്ഡത്തിൻ്റെ കാര്യം പറയേ വേണ്ട, അതിൻ്റെ പല എക്സാമ്പിൾസുകൾ നമ്മൾ പറഞ്ഞു അതിൻ്റെ. അപ്പോൾ അതിങ്ങനെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഓർത്ത് വയ്ക്കുക എന്നുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ നാളെ ഒരു ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ ഫോളോയിങ് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറയാം നിങ്ങൾ എന്നെ അപ്പോഴും ഓർക്കും. അത്രയും വളരെ എന്താ പറയുക കോമഡി ആയിട്ടുള്ള നിമോണിക്സുകളും ട്രിക്കുകളും ഒക്കെയാണ് ഞാൻ അനിമൽ കിങ്ഡം പഠിപ്പിക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് പറയുന്നതല്ല, ബട്ട് എനിക്ക് തന്നെ ചിരി വരുന്നത് അതൊക്കെ ആലോചിച്ചിട്ട് അതൊക്കെ ഒരു എന്താ പറയുക ഇതൊക്കെ ഒരു കാലം അത്രയും ചിരി വരുന്നുണ്ട്. അപ്പം നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക കേട്ടോ. എന്ന് പറയുമ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഇപ്പം അനിമൽ കിങ്ഡത്തിൻ്റെ ചാപ്റ്റർ നിങ്ങളൊന്ന് എടുത്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ക്ലാസ് എത്ര നമ്മൾ ഭയങ്കര കോമഡി ആയിട്ടാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളത്. അപ്പം പക്ഷേ ഈ പറയണ നമ്മൾ ഫോട്ടോസിന്തസിസിലോട്ടൊക്കെ പോകുമ്പോഴത്തേനും നമുക്ക് കൺസെപ്റ്റാണ് വേണ്ടത്. നമ്മൾ കൂടുതലും എന്താണ് ഇവിടെ നടക്കുന്നതെന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. അല്ലാതെ കുറേ പോയിന്റ്സുകൾ നമ്മൾ കാണാതെ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് ചോദിക്കുന്ന നീറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ കോമ്പറ്റീഷൻ കൂടി വരികയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലണം. അതിന് നമ്മൾ കൺസെപ്റ്റ് പഠിക്കണം, ഈ ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ കൺസെപ്റ്റ് അറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൺസെപ്റ്റ് തന്നെ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും ഡൗട്ട് വരും. എൻ്റെ അടുത്ത് ആദ്യമായിട്ട് ജോയിൻ ചെയ്ത കുട്ടിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അയ്യോ മിസ്സേ ഇത് ആകെ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ മാക്സിമം അല്ലേ ഉള്ളൂ, എന്നിട്ട് എങ്ങനെയാണ് ഇത് തീർക്കാൻ പറ്റുന്നത്? അപ്പം ഞാൻ പറഞ്ഞു ഒന്ന് കണ്ടു നോക്കെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെയൊക്കെ തിരിച്ച് ക്ലാസ് കേട്ടിട്ടുള്ള റെസ്പോൺസ് കാണുമ്പോഴത്തേനോട് ഓ ഗോഡ് എനിക്ക് വളരെ സന്തോഷമായി. ഇതിൽ വേറെ എനിക്കിനി ഒന്നും നേടാനില്ല എന്നുള്ളൊരു ഫീലിങ്സ് ആണ്. അപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് ആരെങ്കിലും ആദ്യമായിട്ട് ഇത് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആ ക്ലാസ് ഒന്ന് കണ്ടു വെക്കുക. ഓക്കെ, വേറെ ഒന്നും ചെയ്യേണ്ട, ക്ലാസ് ഒന്ന് കണ്ടു നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ചാപ്റ്റർ തീർന്നു. നെക്സ്റ്റ് വരുന്ന നമുക്ക് പുതിയ ഫാമിലീസ് ആഡ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി അത് ഔട്ട് ഓഫ് NCERT ആണ്. നമ്മുടെ പുതിയ NCERT-യിലും ഇല്ല, പഴയ NCERT-യിലും ഇല്ല. ആകെ അങ്ങ് പുലിവാരി പിടിച്ച പരിപാടിയായിപ്പോയി. ബട്ട് അത് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം നമ്മുടെ ന്യൂ പ്രോസ്പെക്ടേഴ്സ് വരുമ്പോൾ നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കേണ്ട. നിങ്ങൾക്ക് ഇപ്പം ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു പഠിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട് ഓരോ ഫാമിലീസ്. ബട്ട് എനിക്ക് തോന്നുന്നു അത് നമുക്ക് പുതിയ പ്രോസ്പെക്ടേഴ്സ് വരുമ്പോൾ ചിലപ്പോൾ റിമൂവ് ചെയ്യാൻ സാധ്യതയുള്ള ഫാമിലീസാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനെ പറ്റി ഞാൻ പറയില്ല. ബട്ട് ഓക്കെ, പഠിപ്പിച്ചു തുടങ്ങിയെങ്കിൽ അത് നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ആണ്. അതിൽ നമുക്ക് NCERT-യിൽ അനിമൽ ടിഷ്യൂസ് ഇല്ല, ബട്ട് നമ്മുടെ നീറ്റിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഴയ NCERT നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടി വരും. അതുപോലെ അനിമൽസിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് എഴുതിയിരിക്കുന്നത് ഇൻസെക്ട് എന്ന് പറഞ്ഞിട്ടാണെന്ന് തോന്നിയിരിക്കുന്നത്, അനാട്ടമി ഓഫ് ഇൻസെക്ട്.
അങ്ങനെ എഴുതിയിട്ട് ബ്രാക്കറ്റിൽ ഫ്രോഗാണ് ഇട്ടിരിക്കുന്നത്. അപ്പം പലയിടത്തും ഇത്രയും കാലം ഫ്രോഗ് അങ്ങനെ പഠിപ്പിക്കുന്നതായിരുന്നില്ല. അപ്പോൾ ഫ്രോഗ് നമുക്ക് എന്തായിരുന്നാലും പഠിക്കണം. പക്ഷെ പുതിയ NCERT-യിൽ ഫ്രോഗ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ, കോക്രോച്ച് ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അതിന് നമ്മൾ കോക്രോച്ച് പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് നീറ്റിന് കോക്രോച്ച് എന്ന് പറഞ്ഞ് എഴുതിയിട്ടില്ലെങ്കിലും നമുക്ക് അത് ഒരു കണ്ണ് കൊടുക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമുക്കത് പറയാൻ പറ്റത്തില്ല. ഈവൻ അത് ഇൻസെക്ട് എന്ന് എഴുതിയിട്ടുള്ളൂ, എന്നിട്ട് ബ്രാക്കറ്റിൽ ഫ്രോഗ് ഒന്നും എഴുതിയിരിക്കുന്നത്. ആക്ച്വലി അവർ തന്നെ ഒരു കൃത്യമായിട്ട് വ്യക്തമാക്കാത്ത ഒരു രീതിയിലാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സോ നമ്മളൊരു റിസ്ക് എടുക്കേണ്ട, കോക്രോച്ച് പഠിക്കുക, കൂട്ടത്തിൽ ഫ്രോഗ് വളരെ നന്നായിട്ട് അറിയാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ സെൽ ദ യൂണിറ്റ്, പിന്നെ സെൽ സൈക്കിൾ, സെൽ ഡിവിഷൻ, പിന്നെ ബയോമോളിക്യൂൾസ്. ആക്ച്വലി ഇതിൽ നിന്നൊന്നും അങ്ങനെ കട്ട് ചെയ്തിട്ടില്ല, എല്ലാം അതുപോലെയുണ്ട്. എക്സെപ്റ്റ് ബയോമോളിക്യൂൾസിൽ കുറച്ച് പോർഷൻ മറ്റേ സ്റ്റേറ്റ് ഓഫ് ഡൈനാമിക്സ് അതുപോലെ അങ്ങനത്തെ ഒരു പോർഷൻ ഉണ്ടല്ലോ, ആ പോർഷൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് ഞാൻ പഠിച്ചിരുന്ന സമയത്തും എനിക്ക് അറിഞ്ഞൂടാ, ഇന്നും എനിക്ക് അറിഞ്ഞൂടാ. വളരെ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നല്ല, അതിൻ്റെ റിലവൻസ് എന്താണെന്നുള്ളത് എനിക്കറിയില്ല. താങ്ക് ഗോഡ് അതിൽ നിന്ന് ഇന്ന് വരെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുമില്ല. ഇപ്പോൾ അവരത് കട്ട് ചെയ്തിട്ടുണ്ട്. വലിയൊരു ചേഞ്ച് എനിക്കതിൽ നിന്നും തോന്നുന്നില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പ്ലാൻ ഫിസിയോളജി വരുമ്പോൾ നമുക്ക് ട്രാൻസ്പോർട്ടിംഗ് പ്ലാന്റ്സും മിനറൽ ന്യൂട്രീഷനും കട്ട് ചെയ്തിരിക്കുകയാണ്. കംപ്ലീറ്റ്ലി നമുക്ക് ആ ചാപ്റ്റേഴ്സുകളില്ല. ഫോട്ടോസിന്തസിസ് പ്ലാന്റ്സ് നമുക്കുണ്ട്. പക്ഷേ ഒരു എക്സ്ട്രാ ഇതായിട്ട് ഞാൻ പറയും, നമുക്ക് ഫോട്ടോസിന്തസിസ് പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ കൺസെപ്റ്റാണ് നമ്മൾ കൂടുതൽ അറിയേണ്ടത്. അതിൽ നമ്മൾ കുറച്ച് എലമെന്റ്സിനെ പറ്റി പഠിക്കുന്നുണ്ട്. കൺസെപ്റ്റ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം, കുറേ പഠിക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ച് എലമെന്റ്സുകൾ വന്ന ഒരു പരിപാടികൾ നടത്തുന്നുണ്ട്. മാംഗനീസ്, മഗ്നീഷ്യം, ക്ലോറിൻ. അപ്പോൾ ഇവരൊക്കെ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഫോട്ടോസിന്തസിസ് പ്ലാന്റ്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം മാംഗനീസ് സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ എന്ന് എഴുതിയിട്ടുണ്ട്. ഈ സെയിം സാധനം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, മിനറൽ ന്യൂട്രീഷനകത്ത് മാംഗനീസിനെ പറ്റിയിട്ട് കുറച്ച് പോയിന്റ്സുകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് മാത്രം സമയമുള്ളവർ മാംഗനീസ്, ക്ലോറിൻ, മഗ്നീഷ്യം, ഈ 3 സാധനങ്ങളുടെ ഫങ്ഷൻസുകൾ എന്താണെന്നുള്ളത് ഒന്ന് മിനറൽ ന്യൂട്രീഷനിൽ നോക്കിയിട്ട് ആ പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് ഫോട്ടോസിന്തസിസ് പ്ലാന്റ്സിൻ്റെ അവിടെ എഴുതി വെച്ചാലും മതി. ഓക്കെ, അത് എൻ്റെ പേഴ്സണൽ അഡ്വൈസ്. ഓക്കെ, ഒരു നിർബന്ധവും ഇല്ല, എൻ്റെ പേഴ്സണൽ അഡ്വൈസ്. നെക്സ്റ്റ് വരുന്നത് റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ്. റെസ്പിറേഷൻ പ്ലാന്റ്സിൽ നിന്ന് ഒന്നും കട്ട് ചെയ്തിട്ടില്ല. പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനകത്ത് നിന്ന് നമുക്ക് ഡോർമൻസിയും വെർണലൈസേഷനും കട്ട് ചെയ്തിട്ടുണ്ട്, നമുക്കതില്ല. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ഹ്യൂമൻ ഫിസിയോളജി, ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ കംപ്ലീറ്റ്ലി കട്ട് ചെയ്തിരിക്കുകയാണ്. ശരിക്കും ഞാൻ അതിനെതിരെ നിൽക്കുകയാണ്. കാരണം നിങ്ങളെല്ലാവരും MPPSന് ജോയിൻ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ പറയുന്ന മെഡിക്കൽ ഫീൽഡുമായിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ പറയുന്ന അനാട്ടമി, ഹ്യൂമൻ ഡൈജഷൻ ഒന്നും ഇല്ലാതെ എങ്ങനെയാണ് ഒരു ഇങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആ ചാപ്റ്റർ കട്ട് ചെയ്യേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഞാനതിനെ കംപ്ലീറ്റ്ലി പ്രതിഷേധിക്കുന്നു, കുട്ടികളെ പ്രതിഷേധിക്കുന്നു. ഓക്കെ, എന്തായിരുന്നാലും അത് കട്ട് ചെയ്തു. ഓക്കെ, ആ വിഷമം ഞാനങ്ങ് മാറ്റി. ഇപ്പോൾ ഇനി ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷനകത്ത് സെൻസ് ഓർഗൻസും കട്ട് ചെയ്തിട്ടുണ്ട്, ബാക്കി ഒന്നും കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുന്ന സമയത്ത് കണ്ടായിരുന്നു, ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ആക്ച്വലി സെൻസ് ഓർഗൻസിൽ നിന്നായിരുന്നു പലതരത്തിൽ കുഴപ്പിക്കുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ വന്നിരുന്നത്. അത് നിങ്ങൾക്ക് വൃത്തിയായിട്ട് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ഇല്ല, ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും കറക്റ്റ് ആക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു ചാപ്റ്റർ ആയിരുന്നു അത്. അതിൽ ആ സെൻസ് ഓർഗൻസ് കട്ട് ചെയ്തു. ഇനി നമുക്ക് ആ ന്യൂറോൺസിനെ പറ്റിയിട്ട് പഠിച്ചേ പറ്റത്തുള്ളൂ, വേറെ വഴിയില്ല. സോ ആ ഒരു കാര്യം കൂടെ ഉണ്ട്. നെക്സ്റ്റ് അങ്ങനെ നമ്മുടെ +1 കഴിഞ്ഞു. +2 വരുമ്പോൾ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം കംപ്ലീറ്റ്ലി കട്ട് ചെയ്തു. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം, ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, ഇതെല്ലാം ഒന്നും സംഭവിക്കാതെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് എക്സാമിന്. അതുപോലെ തന്നെ ജനറ്റിക്സ് കംപ്ലീറ്റ്ലി, എവല്യൂഷൻ ഒരു സംശയം വേണ്ട, എവല്യൂഷനുണ്ട്, നമുക്ക് കട്ട് ചെയ്തിട്ടില്ല. ജനറ്റിക്സ് ഹോൾ ടോപ്പിക്സ് നമുക്കുണ്ട്. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസും ഉണ്ട്, പ്രിൻസിപ്പിൾസ് അത് തന്നെ, അതുകൊണ്ട് മോളിക്കുലർ ബേസിസും ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് നമുക്ക് കംപ്ലീറ്റ്ലി ഉണ്ട്. കട്ട് ചെയ്തിരിക്കുന്നത് സ്ട്രാറ്റജീസ് ഫോർ ദ എൻഹാൻസ്മെന്റ് ഓഫ് ഫുഡ് പ്രൊഡക്ഷൻ, ആ ചാപ്റ്റർ കംപ്ലീറ്റ്ലി കട്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അത് നമുക്കില്ല, എക്സാമിന് ഇല്ല. പിന്നെ മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ നമുക്കുണ്ട്, ബയോടെക്നോളജി നമുക്കുണ്ട്. എക്കോളജി വരുമ്പോഴാണ് ചെറിയൊരു സംഭവം വന്നിട്ടുള്ളത്. എക്കോളജിയിൽ നമുക്ക് എൻവയോൺമെന്റൽ ഇഷ്യൂസ് കംപ്ലീറ്റ്ലി കട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാ ചാപ്റ്റേഴ്സുകളും ഉണ്ട്, എക്സെപ്റ്റ് എക്കോസിസ്റ്റത്തിനകത്ത് സക്സഷൻ എന്ന് പറയുന്ന ടോപ്പിക് നമുക്ക് കംപ്ലീറ്റ്ലി കട്ട് ചെയ്തിരിക്കുകയാണ്, നമുക്കതില്ല, ആ ഒരു പോർഷൻ പഠിക്കാനില്ല. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് കട്ട് ചെയ്തിട്ടുള്ളതും ആഡ് ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള പോർഷൻസ് വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു +1 3 ചാപ്റ്റർ കട്ട് ചെയ്തിട്ടുണ്ട്, +2 3 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ്ലി കട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാം ചെറിയ ചെറിയ ടോപ്പിക്സുകളാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് എനിക്ക് ഈ ടൈമിൽ പറയാനുള്ളത്, കുറേ ടോപ്പിക്സ് കട്ട് ചെയ്തു,
കോമ്പറ്റീഷൻ കൂടി വരുന്നത് തന്നെയാണ്, സത്യാവസ്ഥ അത് തന്നെയാണ്. പക്ഷേ കോമ്പറ്റീഷൻ കൂടി വരുന്നത് നിങ്ങൾ വളരെയധികം ആലോചിച്ച് തല പുകയ്ക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താണോ അത് നിങ്ങൾ ചെയ്യുക. അപ്പോൾ നമ്മളെ എന്തായിരുന്നാലും കഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചു. ഇനി നിങ്ങളുടെ മാക്സിമം കൊടുത്ത് കഷ്ടപ്പെടുക. ഓക്കെ, അതിനുള്ള റിസൾട്ട് എന്തായിരുന്നാലും നിങ്ങൾക്ക് കിട്ടും. ഒരു കഷ്ടപ്പാടും ഇന്ന് വരെയും വെറുതെ ആയി പോയിട്ടില്ല. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമുക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ ഒരിക്കലും നമുക്ക് ടാലൻ്റ് ആവശ്യമാണ് എന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിൽ മാറ്റുക. ഓക്കെ, നമുക്ക് ചാലഞ്ച് ഇല്ലെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഹാർഡ് വർക്ക് ബീറ്റ്സ് ടാലൻറ്റ് എന്നാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. അത് തന്നെയാണ് എപ്പോഴും നിങ്ങൾ ഓർക്കാറുള്ളത്. ഇപ്പോൾ എൻ്റെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങളെ കൊണ്ട് കഴിയില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ: ഞാൻ ഹാർഡ് വർക്ക് ചെയ്യും, എൻ്റെ ഹാർഡ് വർക്ക് കൊണ്ട് എനിക്കിത് നേടിയെടുക്കാൻ പറ്റും. ഓക്കെ, സോ ഇത് തന്നെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്തും പറയാനുള്ളത്. കൂടുതൽ ഒരു ചിന്തയും വേണ്ട, സ്റ്റഡീസിൽ മാത്രം ഫോക്കസ് ചെയ്യുക. വളരെയധികം കഷ്ടപ്പെടേണ്ട ടൈം തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ മാക്സിമം ഇൻപുട്ട് കൊടുത്ത് നല്ല റിസൾട്ടുമായിട്ട് പുറത്തു വരണമെന്നുള്ളതാണ് എൻ്റെയും ആഗ്രഹം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.